ചെറിയ കടയിൽ നിന്നാണ് ഹൽദിറാമിന്റെ ബിസിനസിന്റെ ആരംഭം. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം കാരണം ഹൽദിറാം ഭാര്യയോടും മക്കളോടുമൊപ്പം സ്വന്തം വഴിയിലേക്ക് മാറേണ്ടതായി വന്നു. ഹൽദിറാമിനെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്ത് വന്നെത്തി. അവിടെ നിന്നാണ് സ്വീറ്റ് ഇൻഡസ്ട്രി എന്ന ലേബലിലേക്കുള്ള തുടക്കം കുറിച്ചത്. ആയിരക്കണക്കിന് ആളുകളെ അദ്ദേഹത്തിന് കസ്റ്റമേഴ്സായി ലഭിക്കുകയും ഹൽദിറാമിന്റെ ആ ഔട്ട്ലെറ്റ് നശിക്കുകയും ചെയ്തു. ഇന്ന് 400-ലധികം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഹൽദിറാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ചെറിയ കടയിൽ നിന്ന് ആരംഭിച്ച് ആഗോള ലഘുഭക്ഷണ ബ്രാൻഡായി വളർന്ന ഹൽദിറാമിന്റെ അഭിമാനകരമായ കഥയാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഒരു കുടുംബത്തിന്റെ കഠിനാധ്വാനവും സംരംഭക ചിന്തയും എങ്ങനെ ഒരു $1 ബില്യൺ കമ്പനിയായി മാറി എന്ന് നമുക്ക് നോക്കാം. 1908 ഒരു സാധാരണ കുടുംബത്തിലാണ് ഹൽദിറാം ജനിച്ചത്. അദ്ദേഹത്തിന്റെ മുത്തശ്ശന് ഭുജിയ മാർക്കറ്റിൽ ഭുജിയ വിൽക്കുന്ന ഒരു ചെറിയ കടയുണ്ടായിരുന്നു. ബീക്കാനീറിലെ ആ ചെറിയ കടയിൽ നിന്നാണ് ഹൽദിറാമിന്റെ ബിസിനസിന്റെ ആരംഭം. തൻ്റെ 12-ാം വയസ്സിൽ തന്നെ സ്വാദിഷ്ടമായ ഭുജിയ എങ്ങനെ തയ്യാറാക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ അമ്മായിയുടെ പാചകക്കുറിപ്പുകളിൽ നിന്നും ഹൽദിറാം പഠിച്ചെടുത്തു. ശേഷം അന്ന് സാധാരണയായി ഉപയോഗിച്ചിരുന്ന കടലമാവിന് പകരം പയർമാവ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഭുജിയ തയ്യാറാക്കി. അതിനൊപ്പം ഒരു നേർത്ത മെഷ് ഉപയോഗിച്ച് ഭുജിയയെ കൂടുതൽ നേർത്തതാക്കുകയും ചെയ്തു. ഈ ഒരു മാറ്റം അദ്ദേഹത്തിൻ്റെ ഭുജിയയെ കൂടുതൽ സ്വാദിഷ്ടവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാനും സഹായിച്ചു. ഭുജിയ എന്നാൽ ഹൽദിറാം ഭുജിയ ആവണം ആൾക്കാരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം. അതിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് മഹാരാജ തുങ്കർ സിംഗിനെയായിരുന്നു. പണ്ട് ബിക്കാനീർ ഭരിച്ചിരുന്ന മഹാരാജ തുങ്കർ സിംഗ് ഏവരുടെയും ആരാധനാ കഥാപാത്രമായിരുന്നു. മഹാരാജ തുങ്കർ സിംഗിന്റെ പടങ്ങൾ തന്റെ ഭുജിയയുടെ കവറുകളിൽ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി തന്റെ ഭുജിയ കൂടുതൽ ജനപ്രിയമാവുകയും ആഴ്ചയിൽ 200 കിലോയിലധികം ഭുജിയ വിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. എന്നാൽ 1944 കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം കാരണം ഹൽദിറാം ഭാര്യയോടും മക്കളോടുമൊപ്പം സ്വന്തം വഴിയിലേക്ക് മാറേണ്ടതായി വന്നു. കുറച്ച് പണവും വലിയ സ്വപ്നവുമൊരുക്കിയാണ് അവരുടെ യാത്ര ആരംഭിച്ചത്. ദുരിതവും സങ്കടവും നിറഞ്ഞതായിരുന്നു പിന്നീട് ഹൽദിറാമിന്റെ ജീവിതം. ഭാര്യ ചമ്പാദേവി ഉണ്ടാക്കി കൊടുത്തിരുന്ന മൂങ് ദാൽ തെരുവുകളിൽ കൊണ്ടു നടന്ന് വിൽക്കുകയായിരുന്നു അവരുടെ ഏക ഉപജീവന മാർഗം. കാലങ്ങൾ പിന്നെയും കടന്നുപോയി. ഹൽദിറാമിനെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്ത് വന്നെത്തി. 100 രൂപ കൈമാറിയപ്പോൾ അത് ഹൽദിറാമിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ആ പണം ഉപയോഗിച്ച് ഹൽദിറാം ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്തു. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിന് ഒരു കട തുടങ്ങുവാനായിരുന്നില്ല. ഒടുവിൽ 1946 ഹൽദിറാമും ഭാര്യയും ഒരൊറ്റ കടയുമായി ബിസിനസ് ആരംഭിച്ചു. ഹൽദിറാം ഭുജിയ എന്ന പേരിൽ വിറ്റുപോയ ഭുജിയ അപാരമായ ഡിമാൻഡ് നേടുകയും കുടുംബത്തിന് വലിയ വരുമാന നേട്ടമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഭുജിയ പ്രിപ്പറേഷനിൽ അപാരമായ കഴിവുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭുജിയ കഴിക്കുവാനായി അദ്ദേഹത്തിൻ്റെ കടയ്ക്ക് മുന്നിൽ നീണ്ട ക്യൂകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ തൻ്റെ കട എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാമെന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ 1950 ഹൽദിറാം കൊൽക്കത്തയിലുള്ള തൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പോവുകയും അവിടെ വന്നിരുന്ന അതിഥികൾക്കെല്ലാം അദ്ദേഹം ഭുജിയ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഭുജിയ കഴിച്ച അതിഥികളുടെ അഭിപ്രായങ്ങൾ അദ്ദേഹം വിചാരിച്ചതിനും അപ്പുറമായിരുന്നു. ബൾക്കായിട്ടുള്ള ഓർഡറുകളും അതുപോലെ കൊൽക്കത്തയിൽ ഒരു ഷോപ്പ് തുടങ്ങണമെന്നുള്ള ആവശ്യവും ആ സമയം വർദ്ധിച്ചു വന്നു. ഒടുവിൽ 1955 കൊൽക്കത്തയിൽ അദ്ദേഹം ഒരു ഷോപ്പ് തുറക്കുകയും തൻ്റെ മക്കളായ ശിവകിഷനെയും രാമേശ്വർ ലാലിനെയും അത് നോക്കി നടത്തുവാനായി ഏൽപ്പിക്കുകയും ചെയ്തു. മികച്ച വരവേൽപ്പായിരുന്നു കൊൽക്കത്തയിൽ ഹൽദിറാമിന് ലഭിച്ചത്. മക്കളായ ശിവകിഷനും രാമേശ്വർ ലാലും ചേർന്ന് ഭുജിയയിൽ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നടത്തുകയും അത് കൊൽക്കത്തയിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആയതിനാൽ തന്നെ 8 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന അവരുടെ ബിൽഡിംഗ് 25 സ്ക്വയർ ഫീറ്റ് ആയിട്ട് മാറുകയും ചെയ്തു. ഓരോ വർഷവും അവരുടെ ബിസിനസ് ഇരട്ടിച്ചു വന്നു. 1968 ആയപ്പോഴേക്കും ഹൽദിറാം തൻ്റെ ബിസിനസ് പൂർണ്ണമായും മക്കളെ ഏൽപ്പിക്കുകയും പ്രായാധിക്യം മൂലം ഒരു മേൽനോട്ടക്കാരൻ എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഹൽദിറാമിൻ്റെ മകൻ ശിവകിഷൻ നാഗ്പൂരിൽ ഒരു ഷോപ്പ് ഇടണമെന്ന ആഗ്രഹത്തോടുകൂടി കൊൽക്കത്തയിൽ നിന്നും നാഗ്പൂരിലെത്തിയ അദ്ദേഹം ആ നാട്ടിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ സ്വീറ്റ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും തൻ്റെ ഭുജിയയുടെ കൂടെ അദ്ദേഹം രസഗുള, രസമലായി, കാജു ലഡു തുടങ്ങിയ ഐറ്റംസ് വിൽക്കുകയും അതൊരു വലിയ വിജയമായി തീരുകയും ചെയ്തു. അവിടെ നിന്നാണ് ഹൽദിറാംസിൻ്റെ ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് സ്വീറ്റ് ഇൻഡസ്ട്രി എന്ന ലേബലിലേക്കുള്ള തുടക്കം കുറിച്ചത്. അങ്ങനെ 1971 അദ്ദേഹം നാഗ്പൂരിൽ 2 ഷോപ്പുകൾ ഓപ്പൺ ചെയ്യുകയും ഹൽദിറാം എന്ന ബ്രാൻഡിൻ്റെ വലിപ്പം കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. 2 ഷോപ്പുകൾ ഓപ്പൺ ആയതിനു ശേഷവും ഹൽദിറാം എന്ന ബ്രാൻഡിനെ കേവലം സ്വീറ്റ് ഇൻഡസ്ട്രിയിൽ മാത്രം തളച്ചിടാതെ അതിനെ ഒരു റെസ്റ്റോറൻറ്റ് എന്ന രീതിയിൽ വളർത്തിയെടുക്കുവാൻ ശിവകൃഷ്ണൻ ആഗ്രഹിക്കുകയും നാഗ്പൂരിൽ അദ്ദേഹം റെസ്റ്റോറൻറ്റുകൾ ആരംഭിക്കുകയും ചെയ്തു. തൻ്റെ റെസ്റ്റോറൻറ്റിൽ ഡിഫറൻ്റായ ടേസ്റ്റുകളിലുള്ള സമൂസ, കച്ചോരി തുടങ്ങിയ ഐറ്റംസ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് വലിയ വിജയമായി മാറുകയും ചെയ്തു. ഇതിനാൽ തന്നെ റെഗുലറായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളെ അദ്ദേഹത്തിന് കസ്റ്റമേഴ്സായി ലഭിക്കുകയും ഹൽദിറാംസിൻ്റെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ നാഗ്പൂരിൽ അവർക്ക് തുടങ്ങുവാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു.
അങ്ങനെ ഭുജിയ കച്ചവടത്തിൽ നിന്ന് തുടങ്ങി ഇന്ത്യൻ സ്വീറ്റ് ഇൻഡസ്ട്രിയിൽ എത്തുകയും അവിടുന്ന് റെസ്റ്റോറൻറ്റ് വരെ വിപുലീകരിച്ചെടുക്കുവാൻ വേണ്ടി ഹൽദിറാം ബ്രാൻഡിന് സാധിച്ചു. നാഗ്പൂർ മുഴുവൻ ഹൽദിറാമിൻ്റെ ഔട്ട്ലെറ്റുകൾ സ്ഥാപിച്ചതിന് ശേഷം എന്തുകൊണ്ട് തങ്ങളുടെ ബിസിനസ്സിനെ ദില്ലിയിലേക്കും കൂടെ വ്യാപിപ്പിച്ചുകൂടാ എന്ന ചിന്തയിൽ നിന്നും ശിവകിഷൻ തൻ്റെ യങ്ങർ ബ്രദറായിട്ടുള്ള മനോഹർലാലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ദില്ലിയിൽ ഒരു ഔട്ട്ലെറ്റ് തുറന്നു. മനോഹർലാലിൻ്റെ കഠിന പ്രയത്നത്തിലൂടെ ദില്ലിയിലെ ഹൽദിറാം ഔട്ട്ലെറ്റിന് ഒരു മുഖച്ഛായ ലഭിക്കുകയും എന്നാൽ 1984 സിഖ് കലാപത്തിൽ ഹൽദിറാമിൻ്റെ ആ ഔട്ട്ലെറ്റ് നശിക്കുകയും ചെയ്തു. എന്നാൽ കൊൽക്കത്ത, ബിക്കാനീർ തുടങ്ങിയ ബ്രാഞ്ചുകളുടെ സഹായത്തോടുകൂടി ദില്ലിയിലെ കത്തി നശിച്ചു പോയ കട മനോഹർലാൽ റീബിൽഡ് ചെയ്തെടുക്കുകയും അവിടുത്തെ കച്ചവടം 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ശേഷം ഹൽദിറാം വലിയ തോതിൽ ഉൽപ്പാദനം നടത്തുവാനായി ഫാക്ടറികൾ സ്ഥാപിച്ചു. ദില്ലി, കൊൽക്കത്ത, നാഗ്പൂർ എന്നിവിടങ്ങളിലായി 3 പ്രധാന പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്ക് അവർ രൂപം കൊടുത്തു. ഇന്ന് 400-ലധികം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഹൽദിറാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഘുഭക്ഷണ ബ്രാൻഡാണ്. 2017 ഹൽദിറാം പെപ്സിക്കോയെയും മാക്ഡൊണാൾഡ്സിനെയും മറികടന്ന് ഏറ്റവും വലിയ ഫുഡ് ബ്രാൻഡായി മാറി. ഒരു ചെറിയ കടയിൽ നിന്ന് ആരംഭിച്ച് ഹൽദിറാം ഇന്ന് $10 ബില്യൺ മൂല്യമുള്ള ബ്രാൻഡായി വളർന്നു. ഇതൊന്നും ഒരു മാജിക് അല്ല, കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. സംരംഭകരെ പ്രചോദിപ്പിക്കുന്ന ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ കഴിച്ചിട്ടുള്ള ഹൽദിറാം പ്രോഡക്ട്സിൽ നിങ്ങൾക്ക് ഇഷ്ടമായവ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.